ഗസയിൽ യുദ്ധവിരാമം സാധ്യമാകുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്നലെ വൈറ്റ് ഹൌസിൽ നടന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഗസയിൽ യുദ്ധവിരാമത്തിനുള്ള, സമാധാനം കൊണ്ടുവരാനുള്ള, ഗസയുടെ പുനർനിർമ്മാണത്തിനുള്ള പദ്ധതികൾ, നിർദ്ദേശങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചത്. ആ പദ്ധതി പൂർണ്ണമായും നെതന്യാഹു അംഗീകരിച്ചതായും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഹമാസിന്റെ പ്രതികരണമാണ് വരാനുള്ളത്. വെടിനിർത്തൽ പദ്ധതി അംഗീകരിക്കാൻ ഹമാസിന് 3 മുതൽ 4 ദിവസം വരെ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപിന്റെ ഏറ്റവും ഒടുവിൽ വരുന്ന പ്രതികരണം. അതായത് ഒരു ഭീഷണി പോലെയാണ് ട്രംപ് ഇക്കാര്യത്തിൽ ഹമാസിനോട് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്ന് പറയുന്നത്. 20 ദിന പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. എന്താണ് ആ പദ്ധതി എന്ന് നമുക്ക് വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് എന്താണ് താൻ ഉദ്ദേശിക്കുന്ന ഗസയിലെ പുനർനിർമ്മാണം, അത് ഏത് രീതിയിലാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. 20 ദിന പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ ഓരോന്നും എന്താണ് എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. അതിൽ ആദ്യത്തേതാണ് ഗസ നിരായുധീകരണം. ഗസ ആകമാനം നിരായുധീകരണം നടപ്പാക്കുമെന്ന് ട്രംപ് പറയുന്നു. അതായത് അയൽപ്പക്കത്തിന് എന്നുവച്ചാൽ ഇസ്രായേലിന് ഭീഷണിയാകാത്ത തരത്തിലുള്ള ഒരു ടെറർ ഫ്രീ സോണായി ഗസയെ മാറ്റും എന്നാണ് ട്രംപ് പറയുന്നത്. രണ്ടാമത്തേതാണ് ഗസയുടെ പുനർനിർമ്മാണം. ഗസയിലെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന തരത്തിൽ ആ പ്രദേശത്തിന്റെ പുനർനിർമ്മാണം നടക്കും. നമുക്കറിയാം, ഈ 2 വർഷത്തോളം നീണ്ട ആ സംഘർഷത്തിൽ, യുദ്ധത്തിൽ, ആക്രമണങ്ങളിൽ ഗസയൊന്നാകെ തന്നെ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത്. എല്ലാ ജനങ്ങളും ടെന്റുകളിലൊക്കെ കഴിയുകയാണ്. കെട്ടിടങ്ങളും സ്കൂളുകളും ആശുപത്രികളും ഒക്കെ തകർന്നടിഞ്ഞിരിക്കുന്നു. എല്ലാ സംവിധാനവും താറുമാറായി കിടക്കുകയാണ്. അതായത് ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു ഗസയുടെ പുനർനിർമ്മാണം എന്നതാണ്. അപ്പോൾ രണ്ടാമത്തേതായി നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഗസയുടെ പുനർനിർമ്മാണം. മൂന്നാമത്തേതാണ് ഇസ്രായേലി സൈന്യത്തിന്റെ പിൻവാങ്ങൽ. ഇരുപക്ഷവും, അതായത് ഇസ്രായേലും ഹമാസും ഈ പദ്ധതി പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ യുദ്ധം ഉടനടി തന്നെ അവസാനിപ്പിക്കും. അവിടെ വെടിനിർത്തൽ നടപ്പാക്കുന്നതായിരിക്കും. ഇസ്രായേലി സൈന്യം അവരുടെ നടപടികൾ, ആക്രമണങ്ങൾ, ഇടപെടലുകൾ അത് നിർത്തിവെക്കും. ക്രമേണ ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിൻവാങ്ങും എന്നതാണ് മൂന്നാമത്തേത്. നാലാമത്തെ നിർദ്ദേശം എന്താണ് എന്ന് നോക്കാം. അത് ബന്ദികളുടെ കൈമാറ്റമാണ്. ബന്ദികളുടെ കൈമാറ്റത്തിൽ ഊന്നിയുള്ള ചർച്ച തന്നെയായിരുന്നു പ്രധാനമായും നടന്നു വന്നത്. ഈ കരാർ അംഗീകരിച്ച് 72 മണിക്കൂറിനകം ജീവിച്ചിരിക്കുന്ന മുഴുവൻ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കണം. കൂടാതെ മരിച്ച ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹം കൂടി കൈമാറണം എന്നതാണ് നാലാമത്തെ നിർദ്ദേശം. നമുക്ക് അഞ്ചാമത്തേത് കൂടി എന്താണ് എന്ന് നോക്കാം. അടുത്തതാണ് ഫലസ്തീൻ തടവുകാരുടെ മോചനം എന്നുള്ളത്. ബന്ദികളുടെ കൈമാറ്റം ഹമാസ് കൃത്യമായി യാതൊരു ഇടതടവുമില്ലാതെ, തടസ്സങ്ങളില്ലാതെ പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്തത് ഫലസ്തീൻ തടവുകാരുടെ മോചനമാണ്. എല്ലാ ബന്ദികളും ഇസ്രായേലിൽ തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ 100 കണക്കിന് വരുന്ന ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. അതിൽ മരിച്ച ഫലസ്തീനികളുടെ മൃതദേഹവും വിട്ടുകൊടുക്കും എന്നതാണ് അഞ്ചാമത്തെ നിർദ്ദേശം. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട 280 തടവുകാരെയും അതുപോലെ തന്നെ ഒക്ടോബർ 7-നുണ്ടായ ആ സംഘർഷത്തിന് ശേഷം, ഒക്ടോബർ 7-ന് ശേഷം അറസ്റ്റിലായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 1700 പേരെയും ഇസ്രായേൽ വിട്ടയക്കും എന്നതാണ് അഞ്ചാമത്തെ നിർദ്ദേശം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആറാമത്തെ നിർദ്ദേശം എന്താണ് എന്ന് നോക്കാം. അത് ഹമാസ് സംഘങ്ങൾക്ക് പൊതുമാപ്പ് നൽകും എന്നുള്ളതാണ്. ബന്ദികൾ പൂർണ്ണമായി മോചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ സമാധാനത്തിലേക്ക് ആഗ്രഹിക്കുന്ന ഹമാസ് സംഘങ്ങൾക്ക് പൊതുമാപ്പ് നൽകും എന്നതാണ് അടുത്ത പദ്ധതി. ഗസ വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരെ സ്വീകരിക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് സുരക്ഷിത പാത കൂടി അനുവദിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഏഴാമത്തേത് നോക്കാം. അത് ഭക്ഷ്യ ആരോഗ്യ സഹായ വിതരണമൊക്കെ പുനഃസ്ഥാപിക്കും എന്നതാണ്. നമുക്കറിയാം, എത്രയോ നാളുകളായി പട്ടിണി അതിരൂക്ഷമാണ് ഗസയിൽ. ഒരു നേരത്തെ ഭക്ഷണം പോലും അവർക്ക് ലഭിക്കാത്ത അവസ്ഥ. അതുപോലെ തന്നെ മറ്റ് അവശ്യമായ സഹായങ്ങൾ, മറ്റ് വിതരണങ്ങളൊന്നും തന്നെ അവിടെ ഇപ്പോൾ കൃത്യമായ രീതിയിൽ നടക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ കരാർ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഭക്ഷ്യ ആരോഗ്യ സഹായ വിതരണം ഗസയിലേക്ക് പുനഃസ്ഥാപിക്കുക, ആരംഭിക്കുക എന്നതാണ് അടുത്തത്. പ്രതിദിനം 600 ട്രക്കുകൾ, അതുപോലെ തന്നെ വൈദ്യുതി, കുടിവെള്ള, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളൊക്കെ പുനഃസ്ഥാപിക്കും എന്നതാണ് അടുത്ത പദ്ധതിയിലെ നിർദ്ദേശം. ഇനി എട്ടാമത്തേത് നമുക്ക് നോക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റഫ അതിർത്തി തുറന്നു കൊടുക്കപ്പെടും എന്നതാണ്. ഇരുഭാഗത്തേക്കും യാതൊരു തടസ്സവുമില്ലാതെ, ഉപാധികളില്ലാതെ റഫ അതിർത്തി തുറന്നു കൊടുക്കപ്പെടും. അത് ഇരുവിഭാഗത്തിന്റെയും ഇടപെടലില്ലാതെ തന്നെ സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൃത്യമായി തന്നെ വിതരണം ചെയ്യുന്ന തരത്തിലായിരിക്കും റഫ അതിർത്തി തുറക്കുക. UN-നും അതുപോലെ തന്നെ റെഡ് ക്രസന്റുമായിരിക്കും ഈ സഹായ വിതരണത്തിന് നേതൃത്വം നൽകുക എന്നതാണ് അതിൽ പറയുന്നത്. അടുത്തത് നോക്കാം.
ടെക്നോക്രാറ്റുകൾ അടങ്ങുന്ന ഭരണസമിതിയായിരിക്കും പിന്നീട് അങ്ങോട്ട് ഗസയുടെ ഭരണത്തിന് നേതൃത്വം നൽകുക. ഗസ ഭരണത്തിന് ഫലസ്തീനി ടെക്നോക്രാറ്റുകൾ അടക്കം അടങ്ങുന്ന ഒരു താൽക്കാലിക ഇടക്കാല ഭരണ സംവിധാനമായിരിക്കും അത്. ഫലസ്തീൻ അതോറിറ്റി അതിന്റെ ഒരു പരിഷ്കരണ പരിപാടി പൂർത്തിയാക്കുന്നതുവരെ, ഗസയുടെ നിയന്ത്രണം പൂർണ്ണമായി തിരിച്ചുപിടിക്കുന്നതുവരെയും ഗസയുടെ വികസന ചട്ടക്കൂട് രൂപപ്പെടുത്തുകയും അതുപോലെ തന്നെ ധനസഹായം കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുക ഈ സ്ഥാപനമായിരിക്കും എന്നാണ് ട്രംപിന്റെ പദ്ധതിയിൽ പറയുന്നത്. അടുത്തത്, ഗസയ്ക്കായി ഒരു സാമ്പത്തിക പ്ലാൻ ഉണ്ടാകും എന്നതാണ്. ഗസയിലെ ജനങ്ങളുടെ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകും. അത് മിഡിൽ ഈസ്റ്റിലെ ചില ആധുനിക നഗരങ്ങളുടെയൊക്കെ പിറവിക്ക് കാരണമായ വിദഗ്ധർ, അപ്പോൾ ആ വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു പാനൽ രൂപീകരിക്കും. എന്നിട്ട് ഗസയെ പുനർനിർമ്മിക്കാൻ വേണ്ടി, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു സാമ്പത്തിക വികസന പദ്ധതി ട്രംപ് സൃഷ്ടിക്കുമെന്ന് പറയുന്നു. നിരവധി നിക്ഷേപ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ വികസന ആശയങ്ങളൊക്കെ തന്നെ തയ്യാറാക്കും. അതുപോലെ ഭാവിയിലെ ഗസയ്ക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ, പ്രതീക്ഷ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങളെയൊക്കെ ആകർഷിക്കും എന്നൊക്കെയാണ് ട്രംപിന്റെ വാദം. ഇനി നമുക്ക് അടുത്തു നോക്കാം. 11ാമത്തെ പ്ലാൻ എന്താണെന്ന് നോക്കാം. അതാണ് പ്രത്യേക സാമ്പത്തിക മേഖല ഗസയിൽ കൊണ്ടുവരുമെന്നത്. അതായത് കുറഞ്ഞ താരിഫ് നിരക്കുള്ള ഒരു പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കും എന്നുകൂടി ട്രംപ് പ്ലാനിലൂടെ, ആ പദ്ധതിയിലൂടെ എടുത്തു പറയുകയാണ്. 12ാമത്തേത്, ഗസയിൽ നിന്ന് ആരെയും പുറത്താക്കില്ല എന്ന് പറയുന്നുണ്ട്. ആരെയും ഗസയിൽ നിന്ന് നിർബന്ധിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്താക്കില്ല. ഇനി ആർക്കെങ്കിലും പുറത്തു പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെ എതിർക്കില്ല. അതുപോലെ തന്നെ മറ്റിടങ്ങളിലേക്ക് പോയവർക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഒരുക്കുമെന്ന് പറയുന്നുണ്ട്. ഗസയിൽ തന്നെ തുടരാൻ ഗസക്കാരെ പ്രോത്സാഹിപ്പിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. ഇനി 13ാമത്തേത് നോക്കാം. ഭരണത്തിൽ ഹമാസിന് ഒരു റോളും ഉണ്ടാവുകയില്ല. ഹമാസും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളുമൊക്കെ ഗസയുടെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും രൂപത്തിൽ ഒരു പങ്കും വഹിക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതുപോലെ തുരങ്കങ്ങൾ, ആയുധ ഉൽപാദന സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ സൈനിക ഭീകര ആക്രമണ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ നശിപ്പിക്കപ്പെടും. അപ്പോൾ അവയൊന്നും തന്നെ പുനർനിർമ്മിക്കില്ല. ഇതെല്ലാം ഒരു സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ ഗസയിൽ നിന്ന് ഈ സൈനികവൽക്കരണം ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ തന്നെ ഉണ്ടാക്കിയെടുക്കുമെന്ന് ട്രംപ് പറയുന്നു. സ്വതന്ത്ര നിരീക്ഷകർ സമ്മതിക്കുന്ന ഒരു ഡീകമ്മീഷൻ പ്രക്രിയയായിരിക്കും അത്. ആ പ്രക്രിയയിലൂടെ ആയുധങ്ങളൊക്കെ നിർവീര്യമാക്കുകയായിരിക്കും ചെയ്യുക. അതുപോലെ അന്താരാഷ്ട്ര ധനസഹായത്തോടെയുള്ള ഒരു തിരിച്ചുവാങ്ങൽ പ്രക്രിയ നടക്കുക കൂടി ചെയ്യും എന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി 14ാമത്തെ നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം. 20 പദ്ധതിയാണ്. 14ാമത്തേത്, സഖ്യരാഷ്ട്രങ്ങൾ ഒരു സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകും. ഹമാസും മറ്റ് ഗസ ഗ്രൂപ്പുകളും ഒക്കെ ഈ ഉറപ്പുകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ഇസ്രായേലിന് ഭീഷണിയാകില്ല എന്ന് വിലയിരുത്താൻ വേണ്ടി ഈ മേഖലയിലെ സഖ്യരാഷ്ട്രങ്ങളൊക്കെ ചേർന്ന് ഒരു സുരക്ഷാ ഗ്യാരണ്ടി ഉറപ്പുവരുത്തും എന്നാണ് ട്രംപ് പറയുന്നത്. 15ാമത്തേതാണ് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്. ഗസയിൽ ഉടനടി വിന്യസിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സുരക്ഷ ആ ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഒരു താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരതാ സേന, ISF എന്നാണ് പറയുന്നത്. അപ്പോൾ ISF വികസിപ്പിക്കും. അത് അമേരിക്ക അതുപോലെ തന്നെ അറബ് അന്താരാഷ്ട്ര പങ്കാളികളുമൊക്കെ ചേർന്നിട്ടായിരിക്കും അത് പ്രവർത്തിക്കുക. ഗസയിലെ ഫലസ്തീൻ പോലീസ് സേനകൾക്ക് ISF പരിശീലനം നൽകുകയും അതുപോലെ പിന്തുണ നൽകുകയും ഒരു ട്രെയിനിങ് നൽകും എന്നാണ് ട്രംപ് പറയുന്നത്. ഇനി നമുക്ക് 16ാമത്തേത് എന്താണ് എന്ന് നോക്കാം. അടുത്തതാണ് IDF പിൻവാങ്ങും എന്ന് പറയുന്നത്. അതായത് ഈ നേരത്തെ പറഞ്ഞ ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നടപ്പാക്കുകയാണ് എങ്കിൽ യുദ്ധവിരാമത്തിന് അല്ലെങ്കിൽ ഈ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേൽ ഗസ കയ്യേറുകയോ പിന്നീട് അങ്ങോട്ട് ഒരു ആക്രമണം നടത്തുകയോ ചെയ്യില്ല. ക്രമേണ മറ്റ് സുരക്ഷാ സേനകൾക്കൊക്കെ ഈ പ്രദേശം കൈമാറും. അതായത് ISFന് കൈമാറും. IDF അതോടുകൂടി പിൻവാങ്ങുകയും ചെയ്യും. അതുപോലെ അയൽ രാജ്യങ്ങൾക്കും അതുപോലെ പ്രദേശങ്ങൾക്കുമൊക്കെ ഗസ ഒരു വെല്ലുവിളിയും ഉയർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പിന്നീട് പോകില്ല എന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. ഇനി 17ാമത്തേത് നോക്കാം. ഇനി ഈ പറഞ്ഞ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഹമാസ് അംഗീകരിച്ചില്ല എങ്കിലും ഈ പദ്ധതിയുമായി മുന്നോട്ട് എന്ന് തന്നെയാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. അതെങ്ങനെയായിരിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഹമാസ് ഈ പദ്ധതി നിരസിക്കുകയോ അല്ലെങ്കിൽ താമസിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഗസയിലെ ടെറർ ഫ്രീ മേഖലകളിൽ മുകളിൽ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ നടപ്പാക്കുമെന്ന് പറയുന്നു. അവിടങ്ങളിലൊക്കെ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന് ക്രമേണ IDF അവരുടെ സുരക്ഷാ ചുമതല കൈമാറുകയും ചെയ്യും എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഹമാസ് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും ഈ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ നീങ്ങുകയാണ് ട്രംപും നെതന്യാഹുവും എന്ന സൂചനയാണ് ഇതിലൂടെ ട്രംപ് നൽകുന്നത്. ഇനി 18ാമത്തേത് നോക്കാം. തീവ്രവാദ മനോഭാവമുക്തമാക്കുമെന്ന് ട്രംപ് പറയുന്നു. ഗസ ജനതയുടെ തീവ്രവാദ മനോഭാവമുക്തമാക്കുകയാണ് പദ്ധതിയിലെ മറ്റൊരു നിർദ്ദേശം. ഇതുവരെയുണ്ടായ സംഘർഷം, ആക്രമണങ്ങൾ, വംശഹത്യയൊക്കെ ഗസയിലെ കൗമാരക്കാരിലും കുട്ടികളിലുമൊക്കെ അവരുടെ മനോഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടാകും. അപ്പോൾ അവരെയെല്ലാം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് വിവിധ പദ്ധതികൾ ആരംഭിക്കും. ഇതിനായി വിവിധ മതസംവാദവും മറ്റു ബോധവൽക്കരണ പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇനി 19ാമത്തേത്, ഫലസ്തീൻ അതോറിറ്റിയുടെ നവീകരണമാണ് 19ാമത്തെ പ്ലാൻ. ഗസ പുനർവികസനം അത് പുരോഗമിക്കുകയും അതുപോലെ തന്നെ ഫലസ്തീൻ ഭരണ പരിഷ്കാര പരിപാടി അത് വളരെ വിശ്വസ്തയോടെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ
ഫലസ്തീൻ ജനതയുടെ ഒരു ആത്യന്തിക അഭിലാഷമാണ്. നമുക്കറിയാം, അവരൊക്കെ അംഗീകരിക്കുന്നതാണ് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്നത്. അപ്പോൾ അതിന്റെ സ്വയം നിർണയത്തിന് വിശ്വസനീയമായ ഒരു വഴി അത് സൃഷ്ടിക്കപ്പെടാനുള്ള സാഹചര്യം അത് ഏറ്റവും ഒടുവിൽ സംഭവിച്ചേക്കാം എന്നാണ് ട്രംപിന്റെ വാദം. അതായത് ഈ പുനർനിർമ്മാണത്തിനൊപ്പം തന്നെ ഫലസ്തീൻ അതോറിറ്റിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും എന്നുകൂടി ട്രംപ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏറ്റവും അവസാനത്തേത്, സമാധാനത്തിനായി യുഎസിന്റെ ഒരു ആശയവിനിമയം, ഇരു രാജ്യങ്ങൾക്കിടയിൽ ഒരു സംഭാഷണം നടക്കും എന്നാണ് പറയുന്നത്. ഈ യുദ്ധവിരാമത്തിന് ശേഷം ഇവരുടെ ഒരു സമാധാനം നിലനിർത്താൻ വേണ്ടി അതിൽ തുടർ ഇടപെടലുകൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് ട്രംപ് പറയുന്നത്. ഇതാണ് 20 ദിന പദ്ധതി. അപ്പോൾ ഇനി നോക്കേണ്ടത് ഇത് എത്രത്തോളം ഹമാസ് അംഗീകരിക്കും എന്നതുകൂടി അറിയേണ്ടതുണ്ട്. നമുക്കതിനായി ഒരു വിദഗ്ധ ഒപ്പീനിയൻ, വിദഗ്ധ നിർദ്ദേശം കൂടി നോക്കേണ്ടതുണ്ട്. വിദേശകാര്യ വിദഗ്ധൻ താജ് ആലുവ തത്സമയം ചേരുകയാണ് മീഡിയ വണ്ണിന്. പക്ഷേ ഈ താജ് ആലുവ, നമ്മൾ ട്രംപിന്റെ ആ 20 ദിന പദ്ധതിയാണ് വിശദമായി പരിശോധിച്ചത്. ഈ 20 ദിന പദ്ധതി അതൊന്ന് വിലയിരുത്തുമ്പോൾ ഫലസ്തീൻ, സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്ക് ഇത് നടപ്പാകുമെന്ന് കരുതുന്നുണ്ടോ? ആദ്യമായിട്ട് ഇതൊരു തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് നമുക്ക് ഇതിന്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട 3 സംഗതികൾ, ഈ പദ്ധതി ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് നയിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 സംഗതികളാണുള്ളത്. ഒന്ന്, അതിന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒരു റിസൈപ്പി ഫോർ ഡിസാസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ പദ്ധതി എന്തുകൊണ്ട് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും അവരുടെ ആഗ്രഹങ്ങളെയോ അവരുടെ അഭിലാഷങ്ങളെയോ പ്രതിനിധീകരിക്കുന്ന ഒന്നല്ല എന്നതിനെ കുറിക്കുന്ന 3 കാര്യങ്ങൾ. ഏറ്റവും പ്രധാനം, ഇസ്രായേലി സൈന്യം IDF ഈ ഗസയിൽ നിന്ന് പിൻവാങ്ങുന്നത് ഏറ്റവും അവസാനത്തിലേക്കാണ് വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ഇനങ്ങളും മറ്റെല്ലാ നേരത്തെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ മാത്രം സംഭവിക്കുന്ന ഒരു സംഗതിയാണ് IDFന്റെ പിന്മാറ്റം. അത് തന്നെയും വാസ്തവത്തിൽ ഇപ്പോ ഈ ട്രംപും നെതന്യാഹുവും കൂടി ഈ പദ്ധതി ഉണ്ടാക്കിയ ഏക ലക്ഷ്യം ബന്ദികളെ മോചിപ്പിച്ചെടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്. അപ്പൊ നെതന്യാഹുവിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഈ പദ്ധതിയുടെ ആദ്യത്തെ 1-2 ഇനങ്ങൾ ഏറെക്കുറെ നടപ്പായാൽ പിന്നീട് വേണമെങ്കിലും എപ്പോഴും യുദ്ധം പുനരാരംഭിക്കാനുള്ള ഒരു സ്കോപ്പ്, സാധ്യത ഇതിൽ ബാക്കി വെച്ചിരിക്കുന്നു. കാരണം ഇതാരാണ് ഈ ഓരോ പദ്ധതികളും അല്ലെങ്കിൽ ഓരോ ഇനങ്ങളും നടപ്പാക്കണം എന്ന് തീരുമാനിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയും ഇസ്രായേലും മാത്രമാണ്. ഇതിന്റെ അകത്ത് ഫലസ്തീനികൾ ഒരു കക്ഷിയെ അല്ലാത്ത രൂപത്തിൽ ഒരു ഏകപക്ഷീയമായ ഒരു പദ്ധതിയായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലി സൈന്യത്തിന്റെ പിന്മാറ്റം, അതിനൊരു ടൈം ലൈൻ ഇതിലില്ല എന്നുള്ളത് തന്നെയാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യം. രണ്ടാമത്തെ ഒരു സംഗതി, നെതന്യാഹു യുദ്ധം പുനരാരംഭിക്കാതിരിക്കാനുള്ള ഒരു നടപടിയും അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു നിർദ്ദേശവും ഇതിലില്ല. ഏത് സന്ദർഭത്തിലും വേണമെങ്കിൽ ഈ ഇതുവരെ ചെയ്ത ബോംബിങ്ങും, കാരണം അത് തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ പണി ഞങ്ങൾ തന്നെ തീർക്കും എന്ന അടിസ്ഥാനത്തിൽ ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു സംഗതി, ഇതില് ഗസയെ ഭരിക്കാൻ വേണ്ടി ഒരു വിദേശ ഒരു ടെക്നോക്രാറ്റുകൾ അടങ്ങിയ ഒരു സൈന്യം അല്ലെങ്കിൽ ഒരു സംഘം, ആ സംഘത്തിനെ നയിക്കുന്നത് ഇപ്പോ ചില ബ്രിട്ടീഷ് പത്രങ്ങള് അതിനെക്കുറിച്ച് ഇപ്പൊ തന്നെ കമന്റ് ചെയ്ത് കഴിഞ്ഞു. അതിനെ നയിക്കുന്നത് ടോണി ബ്ലെയർ ആണെന്ന്. ടോണി ബ്ലെയർ, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ കുറിച്ച് നമുക്കറിയാം. ഇറാഖിൽ ഇത്രയും വലിയൊരു ബ്ലണ്ടർ നടത്തിയ ആ ബ്ലണ്ടർ സമ്മതിച്ച ആളാണ് ടോണി ബ്ലെയർ. എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനൊപ്പം വിചാരണ ചെയ്യണം ഇറാഖിലെ കുറ്റകൃത്യങ്ങളുടെ പേരിൽ എന്ന് ക്രിമിനൽ കോടതി വിധിച്ച ആളാണ് ടോണി ബ്ലെയർ. ആ ടോണി ബ്ലെയർ ആണ് ഇപ്പോ ഇനി ഗാസ ഭരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെയിലിയർ, ഈ പദ്ധതിയുടെ ഫെയിലിയറിന് കളമൊരുക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഫലസ്തീൻ അതോറിറ്റി, ഇപ്പൊ ഇവിടെ എല്ലാവരും പറയുന്നത് ഹമാസിന്റെ കോർട്ടിലാണ് പന്ത് എന്നുള്ളതാണ്. പക്ഷെ ഹമാസിനേക്കാൾ അപ്പുറം ഈ പദ്ധതിക്ക് ഫലസ്തീനികൾ, മൊത്തം ഫലസ്തീനികൾ, അവിടെ ഹമാസ് മാത്രമല്ലല്ലോ ഉള്ളത്, ഫലസ്തീൻ അതോറിറ്റി, ഇവര് തന്നെ നേരത്തെ 1993 ഓസ്ലോ അക്കോർഡ് പ്രകാരം ഒരു ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി രൂപപ്പെടുത്തിയെടുക്കുകയും വളർത്തിയെടുക്കുകയും അതിനുവേണ്ടി നേരത്തെ അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ ഇപ്പൊ ഈ പദ്ധതിയിൽ പറഞ്ഞതുപോലെ സമ്പൂർണ്ണ നിരായുധീകരണത്തിന് വിധേയരായ ഫലസ്തീൻ അതോറിറ്റി, ആ ഫലസ്തീൻ അതോറിറ്റിയെ ഇനി നവീകരിക്കുമെന്നാണ് പറയുന്നത്. അവർക്ക് ഈ പറയുന്ന പദ്ധതിയിൽ ഒരു റോളും കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഇസ്രായേൽ ഇങ്ങനെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ
വെസ്റ്റ് ബാങ്ക് കൂടുതൽ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാൻ ഫലസ്തീനി ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഇവിടെ ഒരു ഭീഷണി സ്വരം എന്ന നിലയ്ക്കാണ് ട്രംപ് പറയുന്നത് 3-4 ദിവസത്തിനുള്ളിൽ ഈ പദ്ധതി ഹമാസ് അംഗീകരിക്കണമെന്ന്. ഇതുപോലെയൊക്കെയാണ് നിർദ്ദേശങ്ങളെങ്കിൽ ഹമാസ് അത് ഒട്ടും അംഗീകരിക്കാൻ ഇടയില്ലല്ലോ. അപ്പോൾ ഇനി എന്താകും സംഭവിക്കാൻ പോകുന്നത് ഗസയിൽ? അതായത് ഇതിന്റെ അകത്തുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അത് തന്നെയാണ്. ഇത് ഇസ്രായേൽ നേരത്തെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യാ പദ്ധതി അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ, അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ച് യുണൈറ്റഡ് നേഷനിൽ അതിശക്തമായ ബഹിഷ്കരണത്തിന് വിധേയനായിട്ടുള്ള നെതന്യാഹു, അതുപോലെ അമേരിക്കയിൽ തന്നെ ഏറ്റവും അധികം കടുത്ത പ്രതിഷേധം നേരിടുന്ന ട്രംപ്, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നടക്കം വലതുപക്ഷ കൺസർവേറ്റീവുകളുടെ സകല പിന്തുണയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ട്രംപും നെതന്യാഹുവും കൂടി ചേർന്നിട്ട് താൽക്കാലികമായി ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പദ്ധതി മാത്രമാണിത്. ഈ പദ്ധതിയിൽ ഫലസ്തീനികൾ ഒരു കക്ഷിയല്ലാത്തടത്തോളം കാലം അവരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇതിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് ഭീഷണി കൊടുക്കുകയും അന്ത്യശാസനം കൊടുക്കുകയും ചെയ്യുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ ഫെയിലിയർ ആ ഭീഷണിയിൽ തന്നെ ഉണ്ട്. ഈ പദ്ധതി പരാജയപ്പെടാനുള്ളതാണ് എന്നത് ആ ഭീഷണിയിൽ തന്നെ ഉണ്ട്. പിന്നെ പറയുന്നു ഹമാസ് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹമാസ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയും എല്ലാ ദിവസവും നൂറുകണക്കിന് ആളുകളെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് തുടരും. ഭക്ഷണം ഇനിയും വിതരണം ചെയ്യില്ല. പട്ടിണി മരണത്തിന്റെ ആ വക്കിൽ ഒരു വംശഹത്യ, എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു എത്നിക് ക്ലീൻസിങ് അത് ഞങ്ങൾ തുടരുമെന്ന് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഇതിന്റെ അകത്ത് ഫലസ്തീൻ ഇപ്പോ ഐക്യരാഷ്ട്രസഭയിലെ ഏതാണ്ട് 110 രാജ്യങ്ങളോളം ഫലസ്തീൻ എന്ന് പറയുന്ന ഇല്ലാത്ത ഒരു ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചല്ലോ. ആ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഫലസ്തീനികൾക്ക് അവരുടെ ഒരു സ്വയം നിർണയാവകാശം, അവർക്കൊരു സ്വതന്ത്രമായിട്ടുള്ള സർവ്വ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ അവരുടെ പരിഗണിക്കുന്ന ഒരു രാഷ്ട്രത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുമെന്ന് ഇതിൽ പറയേണ്ടിയിരുന്നു. പക്ഷെ അതിന് പകരം ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ 19 ഇന പദ്ധതിയും നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആശയവിനിമയം നടത്തും. എന്തിനു വേണ്ടി? ഇസ്രായേലും ഫലസ്തീൻ സൈഡും തമ്മിൽ ആശയവിനിമയം നടത്തും. അത് എന്തിനാണെന്നോ അതോ അവസാനമായിട്ടൊരു ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് എത്തുമെന്നോ എവിടെയും ഒരു ഉറപ്പില്ല. അത് ഇപ്പൊ നോക്കൂ, 2004 ബെയ്റൂത്തിൽ വെച്ച് നടന്ന എല്ലാ അറബ് രാജ്യങ്ങളെയും കൂട്ടി നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചതാണ് ഫലസ്തീൻ രാഷ്ട്രം. പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. 93 ഓസ്ലോ കരാർ അങ്ങനത്തേതായിരുന്നു. പക്ഷെ അതിലൊന്നും ഈ ഫലസ്തീൻ രാഷ്ട്രം നടപ്പാക്കാൻ പോയിട്ടില്ല. ആ കരാറുകളൊന്നും നടപ്പായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ ഒരുപാട് കണ്ടീഷനുകളുടെ പുറത്ത് ഫലസ്തീനികൾക്ക് സ്വയം നിർണയാവകാശം കൊടുക്കും, അവരുടെ ആ ചർച്ചകളിൽ ഞങ്ങൾ ആശയവിനിമയം നടത്തുമെന്നൊക്കെ പറയുന്നത് വെറും ഒരു പുകമറ മാത്രമാണ്. ഇവിടെ വളരെ സുപ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഫലസ്തീനികളെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ. ഇപ്പൊ ഗസ നിരായുധീകരിക്കുമെന്ന് പറയുന്നു. ഗസയിലെ ആളുകൾ ആയുധമെടുത്തത് എന്തിനാണ്? അവരായുധമെടുത്തത് ഭീകരപ്രവർത്തനം നടത്താനോ അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ശത്രുവിനെ അങ്ങോട്ട് കടന്നാക്രമിക്കാനോ അല്ല. അവരുടെ സ്വന്തം പ്രദേശത്തെ അധിനിവേശം ചെയ്ത ഒരു അധിനിവേശ സൈന്യത്തിനെതിരെ നടത്തുന്ന പ്രതിരോധമാണ് ഹമാസിന്റെ ആയുധം എന്ന് പറയുന്നത്. ഫലസ്തീനികൾ ആയുധമെടുക്കുന്നത് സ്വന്തം ഭൂമിയെ സംരക്ഷിക്കാനും തിരിച്ചു വരാനുള്ള അവരുടെ അവകാശത്തെ പ്രതിരോധിക്കുന്നതിനുമാണ് അവർ ആയുധം എടുത്തത്. ആ ആയുധത്തെ നിങ്ങൾ ഇനി ഒരു ഭീഷണിയാകരുത് അയൽ രാജ്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഒരു ഭീഷണിയാകരുത് എന്ന് പറയുമ്പോൾ പ്രതിരോധിക്കാനുള്ള അവരുടെ അവകാശത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പരാജയപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ തീർത്തും ഏകപക്ഷീയമായ ഒരു പദ്ധതി, ഒരു വെടിനിർത്തൽ പദ്ധതി അല്ലെങ്കിൽ യുദ്ധവിരാമ പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് ഹമാസ് അംഗീകരിക്കാൻ ഇടയില്ല. ഇനി ഹമാസ് ചില ഭേദഗതികൾ നിർദ്ദേശിച്ചാൽ പോലും അത് ട്രംപോ നെതന്യാഹുവോ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ഒരു യുദ്ധവിരാമം ഉടനെ എങ്ങും ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത്.